ഹായ്, ഇത് പ്രോബബിലിറ്റി തിയറിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടേംസും കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിനോടൊപ്പം റാൻഡം വേരിയബിൾസിൻ്റെ ഡെഫിനേഷനും എക്സാമ്പിളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റാൻഡം വേരിയബിൾ എന്നുള്ളത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒമേഗ എഫ് ബി എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി സ്പേസിൽ എക്സ് ഫ്രം ഒമേഗ ടു ആർ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണെന്ന് പറയണമെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി, അതായത് സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ക്യാപിറ്റൽ ഒമേഗ, എക്സ് ഒമേഗ ലെസ് ദാൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ഓൺ ഒമേഗ എഫ് ബി എന്ന് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു. നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തൊരു തിയറമാണ്, ഇഫ് എക്സ് ആൻഡ് വൈ ആർ റാൻഡം വേരിയബിൾസ് ഓൺ ഒമേഗ എഫ് ബി, ദെൻ സി എക്സ് എക്സ് പ്ലസ് വൈ എ എക്സ് പ്ലസ് ബി വൈ, മിനിമം ഓഫ് എക്സ് ആൻഡ് വൈ, maximum of x and y, mod x are all random variables on the same probability space. എക്സാംസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എക്സും വൈയും റാൻഡം വേരിയബിൾ ആണ് എങ്കിൽ സി എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സി എക്സ് എന്ന് പറയുന്നത് വീണ്ടും ഒരു റാൻഡം വേരിയബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതുപോലെ എക്സ് പ്ലസ് വൈ, എ എക്സ് പ്ലസ് ബി വൈ അല്ലെങ്കിൽ എ എക്സ് പ്ലസ് വൈ, ഇതൊക്കെ റാൻഡം വേരിയബിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. ഡെഫിനേഷൻ തന്നെ യൂസ് ചെയ്താണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫ് ഫസ്റ്റ് എക്സും വൈയും റാൻഡം വേരിയബിൾസ് ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ ആർ റാൻഡം വേരിയബിൾസ് ഓൺ ഒമേഗ എഫ് ബി. സോ എക്സ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എന്ത് പറയാം, എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് ഒരു ഫീൽഡ് ആയിരിക്കും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. അതുപോലെ തന്നെ വൈ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് ബിലോങ്സ് ടു എഫ് ആയിരിക്കും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് സി എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സി എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് ഫീൽഡ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ബൈ ഡെഫിനിഷൻ നമുക്കിത് സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ, സി എക്സ് ഓഫ് ഒമേഗ ലെസ് ദാൻ എക്സ് എന്ന് എഴുതാം. എക്സിന് പകരം സി എക്സ് വരുന്നു എന്ന് മാത്രം. വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ, എക്സ് ഒമേഗ ലെസ് ദാൻ എക്സ് ബൈ സി. സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഈക്വാലിറ്റിയുടെ ഇപ്പുറത്തേക്ക് നമുക്കത് കൊണ്ടുപോകാം. സോ എക്സ് ഒമേഗ ലെസ് ദാൻ എക്സ് ബൈ സി. എക്സ് ബൈ സി എന്ന് പറയുന്നത് എക്സ് ബിലോങ്സ് ടു ആർ ആണ്. സോ എക്സ് ബൈ സിയും ആറിലുള്ളൊരു വാല്യൂ ആയിരിക്കും. സോ ഇത് വീണ്ടും എന്തായി, എക്സ് ഒമേഗ ലെസ് ദാൻ വേറെ എക്സ് എന്നുള്ള ഫോമിലേക്ക് തന്നെ വന്നു. സോ ദിസ് ഇസ് ഓൾസോ ബിലോങ്സ് ടു എഫ്. സോ ഇത് നമുക്കറിയാം ആസ് എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്, and also x by c belongs to R. Therefore, Cx is a random variable on omega fp. And ഇതിൽ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് ബൈ സി എന്ന് എഴുതാം നമുക്കല്ലേ. ശരിക്കും ഇങ്ങനെയാണ് വരിക, ബിലോങ്സ് ടു എഫ് എന്നാണ് വരിക.
ഇത് സി പോസിറ്റീവ് ആകുമ്പോഴാണ്. ഇനി സി നെഗറ്റീവ് ആണെങ്കിലോ എക്സ് ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ സി ഇൻഫിനിറ്റി വരും. അപ്പോഴും അതൊരു ഫീൽഡാണ്, ബിലോങ്സ് ടു എഫ് ആണ്. സോ സി എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ തന്നെയാണ് എപ്പോഴും. ഇനി അടുത്തത് എക്സ് പ്ലസ് വൈ റാൻഡം വേരിയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതാണ് രണ്ടാമത്. എക്സ് പ്ലസ് വൈ ചെക്ക് ചെയ്യാൻ എക്സ് പ്ലസ് വൈ ഓൾ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് കാണും. നമുക്ക് അസംഷൻസ് എക്സും വൈയും റാൻഡം വേരിയബിൾ ആണെന്ന് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ എക്സ് പ്ലസ് വൈ ഓഫ് ഒമേഗ, രണ്ടിനും കൂടിയാണ്. എക്സ് പ്ലസ് വൈ ഓഫ് ഒമേഗ ലെസ് ദാൻ എക്സ്. എക്സ് പ്ലസ് വൈ ഓഫ് ഒമേഗ ലെസ് ദാൻ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ ഒമേഗ belongs to omega x omega plus y omega less than x. Okay. ഇനി ഇതിനെ എക്സ് ഒമേഗ പ്ലസ് വൈ ഒമേഗ ലെസ് ദാൻ എക്സിനെ നമുക്ക് എക്സ് ഒമേഗ ലെസ് ദാൻ എക്സിൻ്റെയും വൈ ഒമേഗ ലെസ് ദാൻ എക്സിൻ്റെയും സെറ്റുകളുടെ യൂണിയനായിട്ട് പറയാൻ പറ്റും. സോ ഇതുതന്നെയാണ് എക്സ് ഒമേഗ ബിലോങ്സ് ടു ഒമേഗ എക്സ് ഒമേഗ ലെസ് ദാൻ എക്സ് യൂണിയൻ സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ വൈ ഒമേഗ ലെസ് ദാൻ എക്സ്. ഓക്കെ, പ്ലസ് എന്നുള്ളത് യൂണിയനാക്കി രണ്ട് സെറ്റാക്കി എഴുതും. ഇതിപ്പോൾ എന്തായി? ഈ സെറ്റ് ഓഫ് ഓൾ എക്സ് ഒമേഗ ബിലോങ്സ് ടു ഒമേഗ എക്സ് ഒമേഗ ലെസ് ദാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എക്സ് റാൻഡം വേരിയബിൾ ആണെന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷനാണ്. അപ്പോൾ ദിസ് ഇസ് ഓൾസോ ബിലോങ്സ് ടു എഫ്, ഇതും ബിലോങ്സ് ടു എഫ് ആണ്. സോ അതിൻ്റെ യൂണിയനും ബിലോങ്സ് ടു എഫ്. നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് വൈ റാൻഡം വേരിയബിൾ. ഇപ്പോൾ സി എക്സ് റാൻഡം വേരിയബിൾ ആണെന്ന് കാണിച്ചതും എക്സ് പ്ലസ് വൈ റാൻഡം വേരിയബിൾ ആണെന്ന് കാണിച്ച രണ്ട് മെത്തേഡും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണിക്കാം? എ എക്സ് പ്ലസ് ബി വൈ അല്ലെങ്കിൽ എ എക്സ് പ്ലസ് വൈ, ഇതൊക്കെ റാൻഡം വേരിയബിൾ ആണെന്ന് കാണിക്കാൻ പറ്റും. എല്ലാം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്താ മിനിമം ഓഫ് എക്സ് വൈ, മിനിമം ഓഫ് എക്സ് വൈ ചെയ്യുമ്പോൾ what is the difference? മിനിമം ഓഫ് എക്സ് വൈ, അതിന് നമുക്കൊരു സെഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തേണ്ട സെഡ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻഫിനിറ്റി. മിനിമം ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് ഇൻഫിനിറ്റി യൂസ് ചെയ്യുന്നത്. ഏത് ഇൻ്റർവെൽ ആയാലും അത് റാൻഡം വേരിയബിൾ തന്നെയാണ്. ഒമേഗ ബിലോങ്സ് ടു ഒമേഗ സെറ്റ് ഒമേഗ ഗ്രേറ്റർ ദാൻ എക്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ മിനിമം ഓഫ് എക്സ് വൈ of omega greater than x. ലെസ് ദാൻ എന്നുള്ളത് ഇവിടെ ഗ്രേറ്റർ ദാൻ ആയത് എന്തുകൊണ്ടാണ്? മിനിമം എന്നുള്ള കാര്യം പറയുന്നത് കൊണ്ടാണ്. മിനിമം എന്ന് പറയുന്നത് എപ്പോഴും എക്സിനേക്കാൾ വലുതെന്നുള്ള ഫോമിലല്ലേ വരും. ഇത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? മിനിമം എന്ന് പറയുമ്പോൾ മിനിമം വാല്യൂ എക്സിനേക്കാൾ വലുതാണെന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും മിനിമം വാല്യൂ എക്സിനേക്കാൾ വലുതാണെന്ന് പറയുമ്പോൾ എക്സും എക്സിനേക്കാൾ വലുതായിരിക്കണം, വൈയും എക്സിനേക്കാൾ വലുതായിരിക്കണം അല്ലേ? ആൻഡ് എന്നുള്ള ഫംഗ്ഷൻ അവിടെ വരും. അതായത് എക്സ് ഒമേഗ
ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെയും വൈ ഒമേഗ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷനാണ് അവിടെ വരിക. ഇൻ്റർസെക്ഷൻ ആണെങ്കിലും രണ്ട് ഫീൽഡാണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ വീണ്ടും ഫീൽഡായിട്ട് ഇതും റാൻഡം വേരിയബിളാണെന്ന് കാണിക്കാം. സിമിലർലി നമുക്കെന്താ മാക്സിമം ഓഫ് എക്സ് വൈ റാൻഡം വേരിയബിളാണെന്ന് കാണിക്കാം. അതുപോലെ തന്നെ മോഡ് എക്സ് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്. മോഡ് എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ യൂണിയൻ എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഒമേഗ അല്ലേ? ഇതിപ്പോൾ ഇവിടെ ഒരു എ ആണെന്ന് വിചാരിക്കും. മോഡ് എക്സ് ഓഫ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എന്ന് എഴുതാം. മോഡ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ഇതേപോലെ ഇതിനകത്ത് ഡെഫിനിഷനിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് എക്സ് റാൻഡം വേരിയബിൾ ആണെന്ന് കിട്ടും. ഇതൊന്ന് ചെയ്ത് നോക്കാം. സെയിം മെത്തേഡ് തന്നെയാണ്. ഇത് എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കളയരുത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. അതായത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ഓൺ ഒമേഗ എഫ് പി ആണ്. ആൻഡ് ആർ ബി ട്രിപ്ലറ്റ് ആർ ബി പി എക്സ് ബി ഇൻഡ്യൂസ്ഡ് പ്രോബബിലിറ്റി സ്പേസ് കറസ്പോണ്ടിങ് ടു ദ റാൻഡം വേരിയബിൾ എക്സ് that b is equal to minus infinity x belongs to b and px equal to b equal to p of x inverse of b. അങ്ങനെയാണെങ്കിൽ പി എക്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് ഫസ്റ്റ് എന്താണ്? പ്രോബബിലിറ്റി സ്പേസ് ഇൻഡ്യൂസ്ഡ് പ്രോബബിലിറ്റി സ്പേസ് എന്ന് കൂടെ പറയാം. അതായത് നമ്മൾ പ്രോബബിലിറ്റി സ്പേസ് എന്താണെന്നൊക്കെ ഉള്ളത് മുന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒമേഗ എഫ് പി എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി സ്പേസ് ആണ് വിചാരിക്കാം. പ്രോബബിലിറ്റി സ്പേസ് ആൻഡ് എക്സ് ഫ്രം ഒമേഗ ടു ആർ ആണെങ്കിൽ ഒമേഗ ടു ആർ അതൊരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ഓൺ ഒമേഗ എഫ് പി ആണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ px of b equal to p of x inverse of b for all b belongs to b. Borrow field ആണ്. is a measure on rb. ഫോർ ആർ ബി പി എക്സ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി സ്പേസ്. അതായത് ഒമേഗ എഫ് പി ഒരു പ്രോബബിലിറ്റി സ്പേസ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ് ഒമേഗ എഫ് പിയിലുള്ളത്. അങ്ങനെയാണ് പുതിയ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. പി എക്സ് ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് പി ഫോർ ഓൾ ബി ബിലോങ്സ് ടു ദ ബോറൽ ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ആർ ബി എന്ന് പറയുന്നത് ഒരു മെഷർ ആയിരിക്കും. ആർ ബി പി എക്സ് എന്ന് പറയുന്നത് പുതിയൊരു പ്രോബബിലിറ്റി സ്പേസ് ആയിരിക്കും. അങ്ങനെയുള്ള ഈ പ്രോബബിലിറ്റി സ്പേസ് നമുക്ക് എന്ത് പറയാം? ഈ പ്രോബബിലിറ്റി സ്പേസിനെ നമ്മൾ പ്രോബബിലിറ്റി സ്പേസ് ഇൻഡ്യൂസ്ഡ് ബൈ എ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയും. അപ്പം നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടാണ് പി എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ആണ്. സോ അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയൊരു പ്രോബബിലിറ്റി സ്പേസ് എഴുതിയിരിക്കുന്ന ആർ ബി പി എക്സ്. സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന
ഈ പ്രോബബിലിറ്റി സ്പേസ് ഇൻഡ്യൂസ്ഡ് ബൈ റാൻഡം വേരിയബിൾ എക്സ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സ്പേസ് ജനറേറ്റഡ് ബൈ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയാൻ പറ്റും. എന്താ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴും എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ഓൺ ഒമേഗ എഫ് പി ആണ്. ആർ ബി പി എക്സ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് പ്രോബബിലിറ്റി സ്പേസ് കറസ്പോണ്ടിങ് ടു ദ റാൻഡം വേരിയബിൾ എക്സ് ആണ്. ക്ലിയർലി ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവൽ എടുക്കുന്നു -∞ എക്സ് ബോർഡർ ഫീൽഡിലുള്ള ഒരു ഇൻ്റർവൽ. പി എക്സ് ബി നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ പ്രോബബിലിറ്റി പി എക്സ് ബി എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തേക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു റാൻഡം വേരിയബിൾ ആണ് നോക്കുന്നത്. ഇതെങ്ങനെ അതായത് പി എക്സ് ഓഫ് ബിക്ക് വരെ നമ്മളിവിടെ -∞ എക്സ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ എക്സ് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ എക്സ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ എക്സ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. സോ പി എക്സ് ഓഫ് -∞ എക്സ് എന്ന് പറയുന്നത് എന്താവും? പി ഓഫ് സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് വരും. അതായത് ഈ ഒരു ഇതിനെ നമുക്ക് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അതായത് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ആണ്. ഓക്കെ, അതായത് എഫ് എക്സ് പി എക്സ് ഓഫ് -∞ പ്രോബബിലിറ്റി ടു എക്സ് ആണ്. അങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതായത് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് ആറിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 1 കാരണം എന്താ? ഇതൊരു പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി 0 to 1 ആണ് ഉണ്ടാവുക. അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആറിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 1 ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ ഫംഗ്ഷനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ let x be a random variable on omega fp, then the function fx of x is equal to probability of x inverse of -∞ x or probability of x less than or equal to x for all x belongs to x is a distribution function of random variable x. x ഒരു റാൻഡം വേരിയബിൾ ഓൺ ഒമേഗ എഫ് പി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ എക്സ്. അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും യൂസ് ചെയ്യും. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ് എക്സ് ഒമേഗ ഈക്വൽ ടു സി കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പറയാറില്ല നമ്മൾ റാൻഡം വേരിയബിളും ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ ഡെഫിനേഷൻ വെച്ച് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ് ലെസ് ദാൻ സി ആവുമ്പോൾ എന്താണ് ശരിക്കും? നമുക്ക് എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗയുടെ വാല്യൂ 5 ആയിരുന്നു. നമുക്കിവിടെ എന്താ അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ ആണ്. പ്രോബബിലിറ്റി ഓഫ് 5 ആണ് ഇവിടെ വരിക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എന്താ? നമ്മൾ മുന്നേ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സി ആണെങ്കിൽ ഒമേഗ എന്നുള്ള പോയിന്റ്സ് മൊത്തം നമ്മുടെ സിയിലേക്കായിരുന്നു. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എക്സ് ലെസ് ദാൻ സി വരുമ്പോൾ വാല്യൂ എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 5 ആണ്. ഒമേഗ എക്സ് ഈക്വൽ ടു സി വരുമ്പോൾ മാത്രമാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഈ ഫുൾ ഒമേഗ സെറ്റ് വരുന്നുള്ളൂ. സോ
ഇവിടെ അതിൻ്റെ പ്രോബിലിറ്റി ആണുണ്ട്, പ്രോബിലിറ്റി ഓഫ് ഒമേഗ എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി വരുമ്പോൾ. സോ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താവും, പ്രോബിലിറ്റി ഓഫ് ഐ പി ഓഫ് ഐ എന്ന് പറയുന്നത് 0 ആണ്, പി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഷുവർ പ്രോബിലിറ്റി ആണ്. അപ്പോൾ എന്താ, അത് 1 ആണ്. സോ ഇതാണ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. Okay, this is a distribution function where the entire probability mass is at C. Hence, fx is known as distribution degenerate at a point C എന്നും പറയും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു fx of x less than or equal to 1 for all x belongs to R. കുറച്ച് കഴിയുമ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി fx of x is നോൺ ഡിക്രീസിങ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഓഫ് എക്സ് 1 ആയിരിക്കണം. അല്ലെങ്കിൽ അതെങ്ങനെ എഴുതാം, എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി 1 ആയിരിക്കണം, അതുപോലെ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആയിരിക്കും. എഫ് എക്സ് ഈസ് റൈറ്റ് കണ്ടിന്യൂസ്. ഈ 4 പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആവുള്ളൂ. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഫസ്റ്റ് എന്താ 0ക്കും 1നും ഇടയിലാണോ നോക്കാം. അതുപോലെ ഈ തേർഡ് പ്രോപ്പർട്ടി അത് ചെക്ക് ചെയ്താൽ തന്നെ മിക്കവാറും അല്ലാത്തത് ക്യാൻസൽ ആയിപ്പോകും. സോ അത് രണ്ടും ആദ്യം ചെക്ക് ചെയ്യുക, പിന്നീട് മറ്റേ രണ്ടും ചെക്ക് ചെയ്യാം. അപ്പം ഈ 4 പ്രോപ്പർട്ടീസാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉള്ളത്. ഈ 4 പ്രോപ്പർട്ടീസിൻ്റെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ചോദിക്കാറുണ്ട്, എക്സാംസിന് ചോദിക്കാറുണ്ട്. നോക്കാം. ഫസ്റ്റ് എഫ് എക്സ് 0ക്കും 1നും ഇടയിലാണ്. ഡെഫിനിഷൻ നമുക്കറിയാം. എഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. പി എന്ന് പറയുന്നത് ഒരു പ്രോബിലിറ്റി മെഷറാണ്. അപ്പോൾ പി ഒരു പ്രോബിലിറ്റി മെഷർ ആയതുകൊണ്ട് തന്നെ ഇത് പി ലൈസ് ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. സോ എന്താ നമുക്ക് പറയാം, എഫ് എക്സ് 0ക്കും 1നും ഇടയിലായിരിക്കും. ജസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് പി എന്ന് പറയുന്നത് ഒരു പ്രോബിലിറ്റി മെഷറാണ്, ഒമേഗ എഫ് ആണ്. സോ എന്താ പി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എക്സ് ആണ് എഫ് എക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഇതൊരു പ്രോബിലിറ്റിയാണ്. അത് 0ക്കും 1നും ഇടയിലായിരിക്കും ലൈ ചെയ്യുന്നത്. രണ്ടാമത്തത് നോൺ ഡിക്രീസിങ് ആണെന്ന് കാണിക്കും. സോ നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്നത് ആറിൽ നിന്ന് ലോസ്റ്റ് ഇൻട്രോൾ 0 1ലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ. ഇനി നമ്മൾ ചൂസ് ചെയ്യാണ് എക്സും വൈയും ബിലോങ്സ് ടു ആർ വിത്ത് എക്സ് ലെസ് ദാൻ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് എഫ് എക്സ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് വൈ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതെന്തായി, നോൺ ഡിക്രീസിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ. എക്സ് ലെസ് ദാൻ വൈ
ഇംപ്ലൈസ് എഫ് എക്സ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് എക്സ് ഓഫ് വൈ എന്ന് കാണിച്ചാൽ അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് കാണിക്കാൻ പറ്റും. സോ ഇവൻ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് എക്സ് ലെസ് ദാൻ വൈ ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് എന്താ -∞ to x സബ്സെറ്റ് ഓഫ് -∞ to y ആണ് അല്ലേ. രണ്ട് സെറ്റും ബോറൽ ഫീൽഡിൽ ഉള്ള ബോത്ത് സെറ്റ്സ് ബിലോങ്സ് ടു ബി. ദെൻ എക്സ് ലെസ് ദാൻ വൈ ആയതുകൊണ്ട് തന്നെ -∞ x എന്ന് പറയുന്ന ഇൻ്റർവെൽ സബ്സെറ്റ് ഓഫ് -∞ y ആയിരിക്കും. നമുക്ക് എന്താ എക്സ് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ x സബ്സെറ്റ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ y എന്ന് വരും. ഇനി പ്രോബബിലിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്യാണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പി ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി ആയിരിക്കും. അത് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ x സബ്സെറ്റ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ y എന്നുണ്ട്. പ്രോബിലിറ്റി കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ y എന്ന് വരും. ബൈ ഡെഫിനിഷൻ ഇതെന്താണ്? എഫ് എക്സ് ഓഫ് എക്സും എഫ് എക്സ് ഓഫ് വൈയും ആണ് അല്ലേ. ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ വിത്ത് എക്സ് ലെസ് ദാൻ വൈ. സോ എഫ് എക്സ് എന്ന് പറയുന്നത് നോൺ ഡിക്രീസിങ് ആണ്. ഇനി മൂന്നാമത്തത് limit x tends to plus infinity f of x equal to 1 എന്നും -∞ എഫ് ഓഫ് എക്സ് 0 എന്നാണ് കാണിക്കേണ്ടത്. എഫ് എക്സ് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലുള്ളതാണെന്ന് ഓൾറെഡി പറഞ്ഞു. അതുപോലെ എഫ് എക്സ് നോൺ ഡിക്രീസിംഗ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും എക്സ് ടെൻസ് ടു -∞ എഫ് ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ഫസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഓഫ് എൻ എന്ന് എഴുതിയിരിക്കും. അതായത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ ടു എൻ. പ്രോബിലിറ്റി അകത്തേക്ക് കൊടുക്കുമ്പോൾ പ്രോബിലിറ്റിയുടെ ഒരു പ്രോപ്പർട്ടിയാണത്. നമുക്ക് ലിമിറ്റ് പ്രോബിലിറ്റി ഓഫ് എന്നിന് പ്രോബിലിറ്റി ഓഫ് ലിമിറ്റ് എ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. കണ്ടിന്യൂസ് പ്രോപ്പർട്ടി ഓഫ് പ്രോബിലിറ്റിയാണ്. നമുക്കിവിടെ പ്രോബിലിറ്റി ഓഫ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ എന്നിങ്ങനെ വരും. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് ഓർ അല്ലേ. n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തത്തിൽ -∞ ടു ഇൻഫിനിറ്റി വരെയുള്ള കാര്യം, അതായത്
റിയൽ ലൈൻ. സോ എക്സ് ഇൻവേഴ്സ് ഓഫ് ആർ ആണ്. അത് പ്രോബിലിറ്റി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1 ആണ്. നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ സിമിലർലി നമുക്ക് മൈനസ് ഇൻഫിനിറ്റി കാണാം. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ n ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. അതിൻ്റെ അകത്ത് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി അടുത്തിവിടെ ഇത് കഴിഞ്ഞിട്ടൊരു സ്റ്റെപ്പും കൂടി ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് എക്സ് മൈനസ് എന്ന് കൊടുക്കുക. ഇത് പ്ലസ് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ മൈനസ് എന്ന് വരും. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് n വരും. മൈനസ് ഇൻഫിനിറ്റി മൈനസ് n എന്ന് വരുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമോ, അതായത് എക്സ് ഇൻവേഴ്സ് ഓഫ് 5 ആവും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 5 ആവും. അപ്പോൾ എന്താണ്? 0 ആവും. സോ അതും പ്രൂവ് ചെയ്യാം. പിന്നെ നാലാമത്തെ പ്രോപ്പർട്ടി എഫ് എക്സ് റൈറ്റ് കണ്ടിന്യൂസ് ആണെന്നാണ്. ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ഒരു സീക്വൻസ് എക്സ് ആൻഡ് ഡാഷ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. എക്സ് ആൻഡ് ഡാഷ് എന്ന് പറയുന്നത് ടെൻസ് ടു എക്സ് ആണ്. സീക്വൻസ് ഡിക്രീസിങ് ടു എക്സ്. Consider the set. Set to consider x less than or equal to x and dash എന്ന് പറഞ്ഞൊരു സെറ്റ് കൺസിഡർ ചെയ്യും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ബിലോങ്സ് ടു ഒമേഗ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ എക്സ് ഒമേഗ ലെസ് ദാൻ എക്സ് ആൻഡ് ഡാഷ് ആണ്. നമ്മൾ സപ്പോസ് എക്സ് ആൻഡ് ഡാഷ് ഡിക്രീസിങ് ഇൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഈ സെറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ആൻഡ് ഡാഷ് എന്ന് പറയുന്നത് ടെൻസ് ടു 5 ആയിരിക്കും. നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ എക്സ് ആൻഡ് ഡാഷ് ടെൻസ് ടു പി ഓഫ് 5 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0. പി ഓഫ് 5 എന്ന് പറയുന്നത് 0 ആണ്. f of x and dash minus p of a less than or equal to x less than or equal to b എന്ന് പറയുന്നത് p of b minus p of a ആണ്. അപ്പോൾ ഈ ഒരു സാധനം എന്ത് വരും? f of x and dash minus f of x tends to 0 എന്ന് വരും. അതായത് f of x and dash tends to f of x എന്ന് കിട്ടും. This is true for every sequence x and dash. So എന്താ fx എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫ്രം റൈറ്റ് ആണ്. റൈറ്റ് കണ്ടിന്യൂസും കൂടി ആണ്. ഇനി അത് ഡെഫിനേഷനായിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ അങ്ങനെ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ മൈനസ് ഇൻഫിനിറ്റി that is non-decreasing, right continuous and satisfying f of minus infinity equal to 0 and f of infinity equal to 1 is called a distribution function. അതായത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് നോൺ ഡിക്രീസിങ് ആണ്, റൈറ്റ് കണ്ടിന്യൂസ് ആണ്, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 പ്ലസ് ഇൻഫിനിറ്റി 1 ആണ് എങ്കിൽ നമുക്കതിനെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. പ്രോപ്പർട്ടീസ് വെച്ച് പറയുന്ന ഡെഫിനേഷൻ ഇതാണ്. അടുത്ത ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് എന്താണെന്നുള്ളത്. ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എപ്പോഴും റൈറ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി അതെപ്പോഴും കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്താ എഫ് ഓഫ്
അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സും എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ആയിരിക്കും, റൈറ്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് പറയുന്നില്ല. സോ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എന്നുള്ള കേസ് വരാം. ഇതൊക്കെ ഈക്വൽ ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. എപ്പോഴും നമുക്ക് ലെഫ്റ്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? നോൺ ഡിക്രീസിങ് ആണ്. സോ ഇൻ കേസ് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ്, ഇത് ലെഫ്റ്റ് കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് ഗ്രേറ്റർ ദാൻ 0 ഒരു വാല്യൂ കിട്ടും. അത് നമ്മൾ പി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിനെയാണ് ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്. പോയിന്റ് എക്സ് ഇസ് കോൾഡ് ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ഓഫ് എഫ്, അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഇസ് ദ പ്രോബബിലിറ്റി മാസ് അറ്റ് എക്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എന്ന് പറയും. പി ഓഫ് എക്സ് ഇസ് ദ പ്രോബബിലിറ്റി മാസ് അറ്റ് എക്സ് എന്ന് പറയും. എക്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എന്ന് പറയും. ഓക്കെ, if p of x is greater than 0, then x is known as the jump point. X jump point എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ 0, പി 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിചാരിക്കും. നമുക്ക് എഫ് ഓഫ് 0 എന്താണ്? ഇവിടെ പി ആണ്. എഫ് ഓഫ് 0 പ്ലസ് ആണെങ്കിൽ ഇപ്പോഴും പി തന്നെയാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് 0 പ്ലസ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? അത് റൈറ്റ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എഫ് ഓഫ് 0 മൈനസ് ആണ്. എഫ് ഓഫ് 0 മൈനസ് ഇവിടെ എന്താണ്? 0 ആണ്. സോ എഫ് ഓഫ് 0 പ്ലസും 0 മൈനസും ഈക്വൽ അല്ല. അപ്പോൾ 0 എന്ന് പറയുന്നത് ഒരു ജമ്പ് പോയിന്റ് ആണ്. അതിൻ്റെ ഇവിടുത്തെ പ്രോബബിലിറ്റി മാസ് എന്ന് പറയുന്ന അറ്റ് 0 എന്താണ്? പി ഓഫ് 0 വരും എന്ന് പറയുന്നത് എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് 0 മൈനസ് ഇസ് ഈക്വൽ ടു പി മൈനസ് 0 ഈക്വൽ ടു പി. ഇനി അടുത്ത പോയിന്റ് ഏതാ? എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്താ? 1 ആണ്. എഫ് ഓഫ് 1 മൈനസ് എന്താ? പി ആണ്. സോ ഇറ്റ്സ് നോട്ട് ഈക്വൽ. അതുകൊണ്ട് 1ഉം ഒരു ജമ്പ് പോയിന്റ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂ ആയത് 0യിലും 1ലും. അതുപോലെ പി ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് 1 മൈനസ് പി എന്നും കിട്ടും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് 2 ജമ്പ് പോയിന്റ്സ് ഉണ്ട്. എക്സ് ഈക്വൽ ടു 0യിലും 1ലും ഇത് ഡിസ്കണ്ടിന്യൂ ആയി. ഇനി ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതേ
എക്സാമ്പിളിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി. 0 x ലെസ് ദാൻ 0 ആണ്. പി കൊടുത്തതിന് പകരം എക്സ് 0 x ലെസ് ദാൻ or equal to x ലെസ് ദാൻ 1 1 x ഗ്രേറ്റർ ദാൻ or equal to 1 ഇങ്ങനെ കൊടുക്കാം. അപ്പം അത് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. എഫ് ഓഫ് 0 മൈനസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഇത് ലെഫ്റ്റ് കണ്ടിന്യൂസും കൂടെയാണ്. അതുപോലെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഓഫ് 1 മൈനസ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ ജമ്പ് പോയിൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നോ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അല്ലാത്ത, അതായത് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഡിസ്ക്രീറ്റ് ആയിട്ട് വരിക. അതായത് ജമ്പ് പോയിന്റ് ഉള്ളതാണ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനായിട്ട് വരിക. കണ്ടിന്യൂസ് ആയിരുന്നത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും. നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ നമുക്ക് പി ഓഫ് 0 എന്ന് പറയുന്നത് പിയും പി ഓഫ് 1 എന്ന് പറയുന്നത് 1 മൈനസ് പി എന്ന് കിട്ടി. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ജമ്പ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ്. പി പ്ലസ് 1 മൈനസ് പി. സോ അത് 1 ആണ്. പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ജമ്പ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജമ്പ് ടോട്ടൽ ജമ്പുകളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 കിട്ടുകയാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആണെന്നും പറയാം. അതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറയുന്നത് പോലെയുള്ള ഒരു കണ്ടീഷൻ കൂടിയാണ്. റാൻഡം വേരിയബിൾ എക്സ് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയണമെങ്കിൽ, എക്സ് വെച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയണമെങ്കിൽ സമ്മേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ബിലോങ്സ് ടു ആർ ഈക്വൽ ടു 1 ആയിരിക്കണം. റാൻഡം വേരിയബിൾ എക്സ് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ബിലോങ്സ് ടു എക്സ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 ആകുമ്പോഴാണ്. ഇത് തന്നെയാണ് മറ്റൊരു രീതിയിലൂടെ പറയുന്നത്. ജമ്പ് പോയിൻറ്റ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സമ്മിൽ 1 ആകുമ്പോൾ ഡിസ്ക്രീറ്റ് ആവും, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആവും. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിനുള്ള എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബെർണോളി, ബൈനോമിയൽ, ജോമെട്രിക് എന്നൊക്കെ പറയുന്ന ഡിസ്ക്രീറ്റ് ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് വേറെ ഉണ്ട്. സോ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെമയാണ് ദ സെറ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഈസ് അറ്റ് മോസ്റ്റ് കൗണ്ടബിൾ. ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് എന്ന് പറയുന്ന സെറ്റ് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. പ്രൂഫ് ജസ്റ്റ് പറയാം. ഒരു ഓപ്പൺ ഇൻ്റർവൽ L+1 ചൂസ് ചെയ്യാം. അതിനകത്ത് x1 x2 എക്സെട്ര എക്സ് എന്നാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് എന്ന് വിചാരിക്കാം. such that x has jump of magnitude exceeding 1 minus the 1 by m. ജമ്പ് പോയിൻറ്റ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 by m ആണ് എന്ന് നമ്മൾ ചൂസ് ചെയ്തു. if xj's are ordered, അതായത് x1 ലെസ് ദാൻ x2 നമ്മൾ ഓർഡേർഡ് ആണ് എന്ന് വിചാരിക്കുക. ഓർഡർ എന്ന് വെച്ചാൽ അതിൻ്റെ സൈസിനനുസരിച്ച് x1 ലെസ് ദാൻ x2 ലെസ് ദാൻ എക്സെട്ര എക്സ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നോൺ ഡിക്രീസിങ് പ്രോപ്പർട്ടി ഓഫ് എഫ് യൂസ് ചെയ്ത് നമുക്കതെങ്ങനെ എഴുതാം? എഫ് ഓഫ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 0 മൈനസ് x1 മൈനസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് എക്സ് മൈനസ് എഴുതുമ്പോൾ ഏതാ ചെറുത്? ഇങ്ങനെ എഴുതുന്നത്. ആ ഫോമിൽ മൊത്തത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. എഫ് ഓഫ് എൽ ഏറ്റവും ചെറുത് എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് 1 മൈനസ് എഫ് ഓഫ് എക്സ് 1, എഫ് ഓഫ് എക്സ് 2 മൈനസ് എഫ് ഓഫ് എക്സ് 2, അങ്ങനെ എഫ് ഓഫ് L+1. ഇപ്പോൾ 1 യൂണിറ്റ് ഇൻ്റർവെൽ വരുന്ന
ഒരു ഇൻ്റർവലാണ് എല്ലും L+1 എന്ന് പറയുന്നത്. അതിനിടയിൽ നമുക്ക് x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ജംപ് പോയിൻറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ നോൺ ഡിക്രീസിങ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. ഇതിനകത്ത് നമുക്കറിയാം എന്താ പി കെ പറയുന്നത് പ്രോബബിലിറ്റി മാസ് ആണെങ്കിൽ എക്സ് കെ എന്ന് പറയുന്ന ജംപ് പോയിന്റിലുള്ള പ്രോബബിലിറ്റി മാസ് ആണ്. നമുക്ക് പി കെനെ എങ്ങനെ എഴുതാം? എക്സ് കെ മൈനസ് എന്ന് എഴുതാം അല്ലെ. എഫ് ഓഫ് എക്സ് കെ മൈനസ് എഫ് ഓഫ് എക്സ് കെ മൈനസ് കെ 1 to n ആണ് നമുക്ക് ഉള്ളത്. ഇനി നമ്മളെന്താ മാഗ്നിറ്റ്യൂഡ് ജംപ് പോയിന്റ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇതിൻ്റെയൊക്കെ സം എടുക്കുക. അപ്പോൾ സമ്മേഷൻ k = 1 to n പി കെ ചെയ്യാം. സോ റൈറ്റ് സൈഡിൽ സമ്മേഷൻ k = 1 to n എഫ് ഓഫ് എക്സ് കെ മൈനസ് എഫ് ഓഫ് എക്സ് കെ മൈനസ് എന്ന് പറ്റും. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് L+1 മൈനസ് എഫ് ഓഫ് എൽ. അതായത് ഈ ഇടയിലുള്ള ഇതിൻ്റെയൊക്കെ സം എടുത്തതാണ് ഇത് വരുന്നത്. അതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് L+1 മൈനസ് എഫ് ഓഫ് എൽ ആണ്. ക്കാൾ ലെസ് ദാൻ ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തു 1/m ഗ്രേറ്റർ ആണ് നമ്മുടെ ഓരോന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത്. സോ നമുക്കിവിടെ എന്ത് ചെയ്താൽ സമ്മേഷൻ വരുമ്പോൾ n ടേംസ് ആണല്ലോ, അപ്പോൾ n എണ്ണമാണുള്ളത്. സോ n/m ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് L+m മൈനസ് എഫ് ഓഫ് എൽ എന്ന് എഴുതാം. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഇൻറ്റു എഫ് ഓഫ് L+1 മൈനസ് എഫ് ഓഫ് എൽ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. മൊത്തത്തിൽ m എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിനേക്കാൾ ചെറുതാണ്. സോ ഇനി നമ്മൾ L, L+1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലുള്ള എല്ലാ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻറ്റ്സും എടുത്താൽ ചിലപ്പോൾ അത് ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം. ഇൻഫൈനൈറ്റ് ആയാലും ഈ ഇനീക്വാലിറ്റി ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ നമ്മൾ സപ്പോസ് എല്ലാം ഫൈനൈറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഇൻ്റർവെല്ലിലെയും യൂണിറ്റ് ലെങ്ത് വരുന്ന ഇൻ്റർവെല്ലുകളുടെയൊക്കെ ജംപ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിയൻ ആയിട്ട് വരും അല്ലേ. ഇതിനകത്തുള്ള ജംപ് പോയിൻറ്റ്സിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റികളുടെ യൂണിയൻ ആയിട്ട് വരും. അപ്പോൾ എന്താ അത് കൗണ്ടബിൾ ആയിരിക്കും. കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ആണ് വരിക. ഓരോ ഇൻ്റർവെല്ലിലും കൗണ്ടബിൾ സെറ്റ്സ് ആയിരിക്കും. അങ്ങനെ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് മസ്റ്റ് ബി അറ്റ് മോസ്റ്റ് കൗണ്ടബിൾ എന്ന് വരും. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓൾറെഡി പറഞ്ഞു എന്താ എന്നുള്ളത്. റാൻഡം വേരിയബിൾ എക്സ് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? സമ്മേഷൻ എക്സ് ബിലോങ്സ് ടു ആർ സമ്മേഷൻ എക്സ് ബിലോങ്സ് ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്കത് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാം. ഇനി കണ്ടിന്യൂസിന് മറ്റൊരു ഡെഫിനേഷൻ വെച്ച് പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ഓൺ ഒമേഗ എഫ് പി എഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ എഫ് ഇസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആകുമ്പോഴാണ്. അതായത് ദർ എക്സിസ്റ്റ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, സ്മോൾ എഫ് ഓഫ് എക്സ്, സച്ച് ദാറ്റ് ഫോർ എവരി റിയൽ നമ്പർ എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി ടി. ഈ ഫോമിൽ വരുമ്പോൾ നമുക്ക് എന്താ ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതുപോലെ ഈ സ്മോൾ എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറയും. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാനുള്ള ഇങ്ങനെ അതായത് PDF-ൻ്റെ ഒരു ഫോമിലാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ പി എക്സ് എന്ന് പറയുന്ന ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അത് പി എക്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള വാല്യൂ കിട്ടുന്ന പ്രോബബിലിറ്റിയാണ്. ദെൻ പി എക്സ്
px of x which is equal to px equal to x, which is probability of omega belongs to omega such that x omega equal to x is called PMF of x. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ആവുമ്പോഴുള്ള പ്രോബിലിറ്റി, എക്സ് ഒമേഗയ്ക്ക് എക്സ് ഒന്ന് എക്സാക്ട് വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രോബിലിറ്റി ഫംഗ്ഷനാണ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സ് ഡിസ്ക്രീറ്റ് ആവുമ്പോഴാണിത് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം, പ്രോബിലിറ്റി ഫംഗ്ഷനാണ്, സോ 0-ക്കും 1-നും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സ് നേരത്തെ പറഞ്ഞു ഡിസ്ക്രീറ്റ് ആണ് എങ്കിൽ സമ്മേഷൻ എക്സ് പി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും എന്ന് പറഞ്ഞു, അത് ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ അതുപോലെ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ എക്സ് ഈക്വൽ ടു എ ടു ബി പി എക്സ് ഓഫ് എക്സ് ആണ്. ഓക്കെ, എക്കും ബിക്കും ഇടയിലുള്ള എക്സുകളുടെ പ്രോബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എക്സിന് എ ടു ബി കൊടുത്തിട്ട് അതിൻ്റെ സം എടുക്കുന്നതാണ്. അതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ബൈ ഡെഫിനിഷൻ നമുക്കറിയാം പി എക്സ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ വെച്ചിട്ട് സമ്മേഷൻ -∞ ടു എക്സ് പി എക്സ് ഓഫ് യു ആണിത്. സോ ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി എന്താണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നുള്ളത്? അതായത് ഒന്നാമത്തെ PMF ആണ്, അത് ഡിസ്ക്രീറ്റ് കേസിലാണ്. ഇവിടെ റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെങ്കിലാണ് നമ്മൾ PDF അഥവാ PDF അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, FX എന്ന് പറയുന്നത് സ്മോൾ FX ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. FX എന്ന് പറയുന്നത് 6 നിന്ന് 6ലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ FX is defined as ഡിഫറൻഷിയേറ്റ്, അതായത് d/dx ഓഫ് ക്യാപിറ്റൽ F of x. ക്യാപിറ്റൽ F of x നമ്മൾ പറഞ്ഞ് നമ്മുടെ CDF ആണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ദിസ് F of x ഈസ് കോൾഡ് PDF of x. നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എന്താണ് ഇൻ്റഗ്രൽ -∞ ടു എക്സ് സ്മോൾ F of x ആണ് പറഞ്ഞത്. അത് അതേപോലെ തിരിച്ച് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ, അതായത് F of x കണ്ടിന്യൂസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ -∞ ടു എക്സ് സ്മോൾ F of x പറഞ്ഞു. ഇവിടെ നമ്മൾ തിരിച്ച് ഡിഫൈൻ ചെയ്തു. സ്മോൾ F of x എന്ന് പറയുന്നത് d/dx ഓഫ് ക്യാപിറ്റൽ F of x ആണ്. ഓക്കെ, സോ സ്മോൾ F of x എന്ന് പറയുന്നത് എന്താ d/dx ഓഫ് F of x ആണ്. അത് ശരിക്കും നമുക്ക് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ക്യാപിറ്റൽ F of x പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് F of x ബൈ ഡെൽറ്റ എക്സ് ആണ്. അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഏരിയ, ഇത് ചെറിയ ഒരു ഡെൽറ്റ എക്സ് ഡിഫറൻസ് വരുന്ന ഗ്രാഫ്, ഇതിന് ഈ ഏരിയ ആണ് ശരിക്കും നമ്മൾ PDF ആയിട്ട് വരിക. സോ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വരുമ്പോൾ ഉള്ള ഏരിയ, അതാണ് നമ്മുടെ വര. ടെൻസ് ടു F എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, F of x പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരാം. അപ്പോൾ F of x പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് F of x ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. അതിൻ്റെ യൂണിറ്റ് ഏരിയ ആണ് വരിക. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, പ്രോബിലിറ്റി ഓഫ് സ്മോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്,
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റിയാണ്. ആക്ച്വലി പി എം എഫ് നമുക്ക് പ്രോബബിലിറ്റി ആണെന്ന് പറയാം, എന്നാൽ പി ഡി എഫ് നമുക്ക് പ്രോബബിലിറ്റി എന്നല്ല പറയാൻ പറ്റില്ല. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി വാല്യൂസ് ആണ് നമുക്ക് വരിക. ആൻഡ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 ആയിരിക്കും. ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്, അതായത് പി ഡി എഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, എക്സ് പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നുള്ള ഫോം വരും. അപ്പോൾ ശരിക്കും നമുക്ക് ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് ഡി എക്സ് വരും, എ ടു എ. അപ്പോൾ അതെന്താണ്, 0 ആയിട്ട് വരും. അപ്പം പി ഡി എഫിനകത്ത് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. ഇനി പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് യു ഡി യു ആണ്. ഇതാണ് പി ഡി എഫിൻ്റെ പ്രോപ്പർട്ടീസ്. പി ഡി എഫ് ആണോ, ഇതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് ഇത് രണ്ടും തന്നെ ചെക്ക് ചെയ്താൽ നമുക്ക് ഈ രണ്ടിനും തന്നെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പി ഡി എഫ് ആണെന്നുള്ളത് അല്ല എന്നുള്ളത് തെളിയിക്കാനൊക്കെ പറ്റും. ഓക്കെ, ജസ്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞു വെച്ചാൽ മതി. ഇനി നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ഏരിയ എന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സോ ഇതെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. റാൻഡം വേരിയബിൾ എന്താണ് ഡിഫൈൻ ചെയ്തു, എക്സ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ മോഡ് എക്സ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ പ്രൂവ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രോബബിലിറ്റി സ്പേസ് ഇൻഡ്യൂസ്ഡ് ബൈ എ റാൻഡം വേരിയബിൾ എന്താണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ എ എക്സ് പ്ലസ് ബി റാൻഡം വേരിയബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ നോൺ ഡിക്രീസിങ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ, അതുപോലെ ലാസ്റ്റ് പറഞ്ഞ തിയറം ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് സെറ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് എന്താ കൗണ്ടബിൾ ആയിരിക്കും, അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും എന്നുള്ള തിയറം. ഇതൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ കൂടെ ചോദിച്ചിട്ടുള്ളത്. സോ റാൻഡം വേരിയബിൾ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് എ എക്സ് പ്ലസ് ബി മോഡ് എക്സ് എക്സ് പ്ലസ് വൈ ഇതൊക്കെ റാൻഡം വേരിയബിളാണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രൂഫ്, അതിൽ വരുന്നൊരു തിയറം, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.